ആന്റണിയാണ് പറഞ്ഞത് എന്തിനാണ് ഈ സർക്കാർ ജീവനക്കാരെ ഇത്രമാത്രം സർവീസിൽ എടുക്കുന്നത് എന്ന്. ഉമ്മൻചാണ്ടി കൊടുക്കാത്ത 6000 കോടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു കേന്ദ്ര വിഹിതത്തിന് പുറമെ. 2026 വരില്ല എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആള് ഇവരുടെ പ്രതിപക്ഷ നേതാവാ വി.ഡി. സതീശനാ. PSC വഴി നേരത്തെയുള്ള ഗവൺമെന്റ് നടത്തിയതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. കണക്കുകളാണ്. തൊഴിലില്ലായ്മയെ പറ്റി ഇവിടെ സംസാരിച്ചു. അതിനു വേണ്ടിയിട്ട് യുവസംഘടനകളെല്ലാം ചേർന്നൊരു യുണൈറ്റഡ് ആയിട്ടൊരു എന്തോ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനു ശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ CPO റാങ്ക് ലിസ്റ്റിലുള്ള കുറേ പേര് പട്ടിണി കിടന്നു, പട്ടിയെ പോലെ ബിസ്ക്കറ്റ് തലേന്നൊക്കെ കടിച്ചു തിന്നു, മണ്ണ് തിന്നു, ശവമഞ്ചത്തിൽ കിടന്നു. ഇതൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്ക് കേരളത്തിലെ ആളുകളുടെ തൊഴിലിനെ പറ്റി അത്ര ബോധേഡാണ് നിങ്ങളെങ്കിൽ PSCയിൽ ലിസ്റ്റുള്ളവർക്ക് ജോലി കൊടുക്ക്. നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ പിൻവാതിൽ നിയമനം ഒഴിവാക്ക്. നിങ്ങളുടെ പിൻവാതിൽ നിയമനം. എന്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ സാർ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതെ, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതെ സാർ. സാർ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതെ സാർ. ഞാൻ ചോദിക്കട്ടെ സാർ, തീർക്കട്ടെ സാർ. സാർ ഞാൻ ചോദിച്ചു, 2 പാനലിസ്റ്റ് കുറെ നേരമായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല അസഹിഷ്ണുത ഉണ്ടാവും എനിക്ക് അറിയാം. ഞാൻ സാർ ചോദിച്ചു തീർക്കട്ടെ സാർ. അതുകൊണ്ട് ഇത്ര സങ്കടമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ കുടുംബക്കാർക്ക് ഈ ജോലികളൊക്കെ കൊടുക്കുന്നൊക്കെ മാറ്റിവെച്ച് അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുത്ത് ഇവിടുത്തെ തൊഴിലില്ലായ്മ ഒന്ന് ഒഴിവാക്കി തരിക. നിങ്ങളൊന്ന് സഹായിക്കുക. ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ നിയമന നിരോധനം നടപ്പിലാക്കിയവരാണ്. ആന്റണിയാണ് പറഞ്ഞത് എന്തിനാണ് ഈ സർക്കാർ ജീവനക്കാരെ ഇത്രമാത്രം സർവീസിൽ എടുക്കുന്നത് എന്ന്. മറന്നുപോയോ? ഉമ്മൻചാണ്ടിയും ആന്റണിയും ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ 3000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തി. അങ്ങനെ വീഴ്ച വന്നതിൻ്റെ ഭാഗമായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ആൾ ഇവിടെ തുടങ്ങി ഓഫീസ് അടച്ചുപൂട്ടിയിട്ട് നാട് വിട്ടു. ഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങളുടെ ഭാഗ്യവശാൽ ഗവൺമെന്റ് മാറി. അങ്ങനെ ഗവൺമെന്റ് മാറിയിട്ട് ഉമ്മൻചാണ്ടി കൊടുക്കാത്ത 6000 കോടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു കേന്ദ്ര വിഹിതത്തിന് പുറമെ. അങ്ങനെയാണ് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാത വികസനം ഇപ്പോൾ ഏതാണ്ട് 75% പൂർത്തിയായി. ഉമ്മൻചാണ്ടി തന്നെയാണ് ഭരിച്ചതെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിലെ ദേശീയപാത ഉണ്ടാവില്ല. ദേശീയപാത ഗവൺമെന്റ് ഇടതുപക്ഷം തുടങ്ങിയപ്പോൾ കീഴാറ്റൂരിൽ സമരം തുടങ്ങി. ആരൊക്കെ കൂട്ടുപിടിച്ചു? നിങ്ങൾ എന്താ പറഞ്ഞത്? ദേശീയപാത വേണ്ട, വയനാട്ടിലേക്ക് തുരങ്കപാത വേണ്ട, അല്ലേ, K-ഫോൺ വേണ്ട. നിങ്ങൾക്ക് ഭരണമില്ലാത്തത് കൊണ്ട് കേരളം ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പാടില്ല. ഒരു സംരംഭവും ഇവിടെ വരുന്നില്ല. കേരളം വ്യവസായികളുടെ ശവപ്പറമ്പ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് അത് പ്രചരിപ്പിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ കൂടെയല്ല. അതുകൊണ്ടാണ് 5 വർഷം ഭരണം നടത്തി വീണ്ടും 5 വർഷത്തെ ഭരണത്തിന്റെ ചുമതല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം നിങ്ങൾ കുറച്ചാളുകൾ പരസ്പരം പറഞ്ഞ് രസിക്കുകയല്ലാതെ ഇതൊന്നും കേരളം വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. രാഹുൽ പറഞ്ഞു ഇനിയിപ്പോൾ 2026 കാര്യമൊക്കെ പറഞ്ഞല്ലോ. 2026 വരില്ല എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആള് ഇവരുടെ പ്രതിപക്ഷ നേതാവാ വി.ഡി. സതീശനാ. ഇവരുടെ നേതാവ് സുധാകരനാ. അതുകൊണ്ടാണ് മായും പായും കൂട്ടിയിട്ട് ഇവരെ പരസ്പരം ഇരുന്ന വേദികളിൽ പരസ്പരം വിളിക്കുന്നത്. മറന്നുപോയിട്ടില്ല. പരത്തെറി വിളിയ നേരാവണ്ണം സഹോദര തുല്യമായി സംസാരിക്കാൻ ഇവരുടെ സംസ്ഥാന നേതാക്കൾ കഴിയുന്നില്ല. ഇങ്ങനെ ഒരാളെ കേരളത്തിന്റെ ഭരണം ആരെങ്കിലും ഏൽപ്പിക്കുവോ? അവിടെ ഇതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരി. ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണ് നിയമന നിരോധനം. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് കൃത്യമായ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. PSC വഴി നേരത്തെയുള്ള ഗവൺമെന്റ് നടത്തിയതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. കണക്കുകളാണ്. ഒരു ചെറിയ സംശയം. 1,71,000 ആണോ വലുത്, 1,43,000 ആണോ വലുത്? 1,43,000 വലുതെങ്കിൽ ശ്രീ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സർക്കാർ. 1,71,000 വലിയ നമ്പരെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പൊന്നു സഹോദര, നിയമസഭയില് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദ്യത്തിന് മറുപടിയായി, നക്ഷത്ര ചിഹ്നം ഇട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്ന വാചകമാണ് നടത്തിയ ഗവൺമെന്റ്. എന്നാ പിന്നെ കള്ളം പറഞ്ഞത് ഞാനല്ല, പിണറായി വിജയനാണ്. UPSC നടത്തിയ പഠനത്തിന് UPSCയുടെ റിപ്പോർട്ട് ഭാഗമായിട്ടുണ്ട്. UPSC പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനമൊന്നും അല്ല. അതായത് ഞാൻ പറയട്ടെ ഫിറോസേ, ഒരു മിനിറ്റ്. ഈ 5 വർഷം ഇപ്പോ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ് 5 വർഷം
അതിനുശേഷം വന്ന രണ്ടാം പിണറായി ഗവൺമെന്റ് ഈ ഇത്രയും വർഷക്കാലം ഈ വർഷക്കാലത്തിൽ നടത്തിയിട്ടുള്ള നിയമനത്തിന്റെ കണക്കും ഉമ്മൻചാണ്ടിയും ആന്റണിയുടെ കാലത്ത് നടത്തിയിട്ട് നിയമനത്തിലെ കണക്കുകൾ കൃത്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ രാഹുൽ ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞ് അതാണ് വലുതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. അതല്ല ശ്രീ സനോജ്, അതായത് ഞാൻ പറഞ്ഞ കണക്കെന്ന് പറയുന്നത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്ന കണക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് കേരള നിയമസഭയ്ക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ട നിയമസഭാ സാമാജികർ നക്ഷത്ര ചിഹ്നം ഇട്ടതും ഇടാത്തതുമായ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അത് കള്ളമാണെങ്കിൽ നിയമസഭയെ തെറ്റിദ്ധരിക്കലാണ്, അവകാശ ലംഘനമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി അങ്ങ് 5 വർഷമായ ഒരു സർക്കാരിനെ 8 വർഷമായ സർക്കാരുമായി താരതമ്യപ്പെടുത്തിയാൽ പോലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനേക്കാൾ കൂടുതൽ തൊഴിൽ ഞാൻ പൂർത്തീകരിച്ചിട്ട് കേരളത്തിൽ അപ്രഖ്യാപിതമായ നിയമന നിരോധനം ഇപ്പോൾ നടക്കുന്നില്ലേ? ഞാൻ ഓരോരോ വകുപ്പുകളായിട്ട് പറഞ്ഞു തരണോ? ഓരോരോ വകുപ്പുകളായിട്ട് പറഞ്ഞു തരണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒന്ന് പറഞ്ഞോട്ടെ, പൂർത്തീകരിക്കട്ടെ. സഹോദര, ഒരുപക്ഷെ 2000-3000 ആളുകൾക്ക് തൊഴിൽ കിട്ടൂ. സ്വാഭാവികമാണ്. അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് തന്നെയാണ്. ബാക്കി വരുന്ന 7000 ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് റോഡ് ഇറക്കിയിട്ട് പറയുന്നു ഇത് ഈ ഗവൺമെന്റ് കുറ്റം കൊണ്ടാണ് എന്ന്. അതിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം